ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റിലൊന്നിടണേ. ആര് കാണാഞ്ഞിട്ടാണോ എന്തോ? കാണാഞ്ഞിട്ടായിരിക്കുമല്ലോ. എങ്കിലും സാരമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുമോ എന്നുള്ള പ്രതീക്ഷയെ നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോവുക. അപ്പോൾ രാവിലെ ഞങ്ങൾ പൂരിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാമെന്നപ്പോൾ വിചാരിച്ചെല്ലാം കുഴച്ചതാണ്. പിന്നെ അത് വെച്ചുവിന് പൂരി മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പൂരിയും കിഴങ്ങ് മസാലയും ഉണ്ടാക്കി. പക്ഷേ കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു അത്. ഞങ്ങളത് രാവിലെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മീൻകാരി കൊച്ച് മീനും കൊണ്ട് വന്നു. ഇപ്പോൾ ഇത്രയും മീൻ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഈ ഒരൊറ്റ ദിവസത്തേക്കാണെന്ന് തോന്നുന്നു. അല്ല, ഇതെല്ലാം വെട്ടി നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും, പല ദിവസത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇതിപ്പോൾ കൊഞ്ചും മത്തിയും അയിലയാണ് ഇന്ന് കൊണ്ടുവന്നത്. വേറെ മീനുണ്ടായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ചില്ല. നമ്മൾ സ്ഥിരമായിട്ട് അതിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നല്ല മീനാണ് ഫ്രഷ് മീനാണ് കൊണ്ടുവരുന്നത്. അപ്പം മത്തിക്കകത്ത് പരിഞ്ഞിലുള്ള മത്തിയായിരുന്നു കേട്ടോ, നല്ല മത്തിയായിരുന്നു. അതും എല്ലാം വെട്ടി അയിലയും മത്തിയും കൊഞ്ചും ഇതെല്ലാം വെട്ടി ഇരുന്നും ഒക്കെ വെട്ടി. ഇത്രയും മീൻ വെട്ടണമെങ്കിൽ നല്ല പാടാണല്ലോ. അപ്പോൾ അതെല്ലാം വെട്ടി വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് വെട്ടാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് മഴയായതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ വെച്ച് വെട്ടി. അങ്ങനെ എല്ലാം വെട്ടി എല്ലാം വെളിയിൽ കൊണ്ടുവന്ന് എല്ലാം തേച്ചൊക്കെ കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കല്ലുപ്പിട്ട് നല്ലപോലെ തേച്ച് കഴുകി എല്ലാം മീനെല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം സിങ്കിനകം എല്ലാം നമ്മുടെ ഈ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതും ഈ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ സോപ്പ് പൊടി ആയാലും മതി, ലിക്വിഡ് ഇല്ലെങ്കിൽ സോപ്പ് പൊടി ആയാലും ഇച്ചിരി സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ആ ഉളുമ്പ് മണം അങ്ങ് പോകും. പിന്നെ നമ്മൾ ഈ ചൂടുവെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ സിങ്കിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടതാണ്. നമ്മളിതെല്ലാം കഴിയുമ്പോൾ വിനാഗിരി, ഒരു അടപ്പ് വിനാഗിരി അതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാമെങ്കിൽ ആ സിങ്കിനകത്തെ വാടയൊക്കെ സ്മെല്ലൊക്കെ വരുമല്ലോ, അപ്പോൾ അതങ്ങ് പോകും. അങ്ങനെ അതെല്ലാം വെളിയിലെല്ലാം കൊണ്ടുപോയി തേച്ച് കഴുകിയെല്ലാം കൊണ്ടുവന്നത് പല സെഷനായി. ഇതിപ്പം മീനിൻ്റെ മത്തിയുടെ പരിഞ്ഞില്ല കേട്ടോ, ഞങ്ങളിവിടെ പരിഞ്ഞില്ലെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിപ്പോൾ അയില ഞാൻ നമ്മൾ പാത്രത്തിനകത്താക്കി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് അയിലയും മത്തി നമ്മൾ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മളങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പം നമുക്കത് എടുക്കുമ്പോൾ ഒരു ഫ്രഷായിട്ടിരിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അത് മത്തി എടുത്ത് നമ്മൾ കുറച്ച് മത്തി എടുത്തിട്ട് നമുക്കൊന്ന് പുരട്ടി എല്ലാം വെച്ച് വറക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഈ കൊഞ്ചെടുത്ത് മാറ്റി വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? വൈകിട്ട് ലച്ചുവിന് വെച്ചിട്ട് കൊഞ്ചിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ, അതിപ്പോൾ വൈകിട്ടത്തെ മൂഡനുസരിച്ച് വേറെ എന്തുമായാലും ഉണ്ടാക്കാം. അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചതാണ്, എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ കൊഞ്ച് തീയൽ വെക്കാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ കൂടി എടുത്ത് നമ്മൾ ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ അത് വേവിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മത്തി കുരുമുളകും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ അത് പുരട്ടി വെച്ച് പിന്നെ തീയൽ വെക്കാൻ കൊച്ചുള്ളിയും പച്ചമുളകും തേങ്ങാക്കൊന്തും ഒരു സവാള ഇട്ടു, സവാളയെല്ലാം കൂടി ഇട്ട് നമ്മൾ അത് വഴറ്റി അതങ്ങനെയാണല്ലോ തീയൽ വെക്കുന്നത്. പിന്നെ ഇത് മീനിൻ്റെ മുട്ടയാണെങ്കിൽ ഞാൻ തേങ്ങായും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് വാഴയിലയിൽ ഇങ്ങനെ നമ്മൾ വാട്ടിയെടുക്കുമല്ലോ, അങ്ങനെ എടുത്തതാണ് അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. പിന്നെ തേങ്ങയൊക്കെ വറുത്ത് നമ്മൾ അരച്ച് എല്ലാം മാറ്റി വെച്ച് പിന്നെ മത്തി അടപ്പയിലായി, തീയൽ ആയി. തീയലിൻ്റെ പിന്നെ കലക്കുന്നതും ഒന്നും ഞാൻ എടുത്തില്ല, അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നില്ല, കണ്ട് നിങ്ങൾ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ അതൊന്നും എടുക്കാതെ. പിന്നെ തീയലെല്ലാം ആയിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് നല്ലതായിട്ട് ചോറ് കഴിച്ചു. എന്തോ ഇന്ന് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കൊഞ്ച് തീയലും മത്തി വറുത്തതും കൂട്ടി ഞങ്ങളന്ന് ചോറ് കഴിച്ചു. അപ്പോൾ ഈ മീനിൻ്റെ മുട്ട അവൾ പരിഞ്ഞിൽ അത് ഇതാക്കി വെച്ച് ഞാൻ വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് വേണ്ട, പിന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറ്റി എല്ലാം വെച്ച് ഉച്ചക്കത്തേടമൊക്കെ അങ്ങനെ പോയി. നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? കൂട്ടാനൊക്കെ എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞേ. പിന്നെ ഇതിപ്പോൾ ഈ പരിഞ്ഞിൽ ഞാനെടുത്ത് അതിനകത്ത് വെച്ച് ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് വെച്ചതാണ് കേട്ടോ.
അങ്ങനെ അവളെല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ചായയുടെ കൂടെ മുട്ടയും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പതപ്പിച്ചിട്ട് ബ്രെഡ് അതിനകത്ത് മുക്കി നമ്മൾ ദോശക്കല്ലിൽ വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ മൊരിയിച്ചെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് വൈകിട്ടത്തെ സ്നാക്സിനും ആക്കി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ എന്തായാലും പറഞ്ഞു, കുഴപ്പമില്ല. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ എന്തായാലും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.